അല്ലാഹു ഖുർആനിൽ പറഞ്ഞു വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് അല്ലാഹു കൽപ്പിച്ച ഒരേ ഒരു കാര്യം ഇബാദത്തുകൾ, ആരാധനകൾ അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കുക എന്നതാണ്. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന് മാത്രം, അവന്റെ പ്രീതി മാത്രം നീ ഉദ്ദേശിക്കുക. ജനങ്ങൾ കാണണമെന്ന് നീ ആഗ്രഹിക്കരുത്. അവർ നിന്നെ പുകഴ്ത്തി പറയണമെന്ന് നീ പ്രതീക്ഷിക്കരുത്. ആളുകൾക്കിടയിൽ പ്രസിദ്ധി നൽകപ്പെടണമെന്നോ ആളുകൾ നിന്നെ പുകഴ്ത്തി പറയണമെന്ന് നീ ആഗ്രഹിക്കരുത്. അതാണ് ഇഖ്ലാസ്. അതാണ് സഹോദര ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നത് അഅസ്സു ശൈഇൻ ഫി ദുനിയ, ദുനിയാവിൽ ഏറ്റവും പ്രയാസകരമായി മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അമലുകൾ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഇഖ്ലാസിനാണ്. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് നിയ്യത്തിനേക്കാൾ പ്രയാസകരമായ ഒരു കാര്യവും ഞാൻ ഇന്നുവരെ ശരിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതിനു മാത്രം പ്രയാസകരമാണ് അത് ശരിയാക്കുക എന്നത്. ഒരു രൂപത്തിൽ ഞാനത് നന്നാക്കിയാൽ മറ്റൊരു രൂപത്തിൽ, മറ്റൊരു നിറത്തിൽ അത് എൻ്റെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് ഏതു കാര്യത്തിലും ഇഖ്ലാസ് ഉണ്ടാവണം. റബ്ബിന്റെ തൃപ്തിയായിരിക്കണം പ്രതീക്ഷ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ നിന്റെ ഈ അമൽ കൊണ്ട് അള്ളാഹു നിന്നെ തൃപ്തിപ്പെടണം. അതായിരിക്കണം ലക്ഷ്യം. അതിനപ്പുറത്ത് ഒരു ലക്ഷ്യവും, ഇബാദത്തുകൾക്ക് പിറകിൽ ഭൗതികമായ ഒരു ലക്ഷ്യവും, ഇത്തരം ലക്ഷ്യങ്ങളൊന്നും നിനക്കുണ്ടാകാൻ പാടില്ല.